ഇന്നലെ അല്ലെങ്കിൽ ഞങ്ങൾക്കിവിടെ ഇന്ന് രാവിലെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. ബാക്കിയുള്ളതെല്ലാം താൽക്കാലികമാണ് എന്ന് അപ്പോസ്തലൻ പറയുന്നു. രാവിലെ നമ്മൾ മുൻപിൽ വെച്ചൊരു ചോദ്യം, പൂർണ്ണമായത് വരുമ്പോൾ കൃപാവരങ്ങളെല്ലാം തീരും. എന്നാൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എന്നും ഉണ്ടാകും. പക്ഷേ വേദോസത്തിൽ പറയുന്നു, നാം കാണാത്തതിനായി നോക്കിക്കൊണ്ടിരിക്കുന്നതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. കാണുന്നതിനായി ഇനി നാം പ്രത്യാശിക്കുന്നത്. അപ്പോൾ കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയ്ക്ക് എന്ത് സംഭവിക്കും? കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിന് എന്ത് സംഭവിക്കും? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണല്ലോ വിശ്വാസം. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസം എന്തിനാണ്? കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിനു വേണ്ടിയാണ് പ്രത്യാശിക്കുന്നത്? ഇത് നമുക്ക് വേദപുസ്തകം നമുക്ക് അതിന് വ്യക്തമായ ഒരു മറുപടി തരുന്നുണ്ട്. സ്നേഹം അതിലേറ്റവും വലുതാണ്. കാരണം സ്നേഹത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അത് നിത്യതയോളം നിത്യത വരെ ആ സ്നേഹം അങ്ങനെ നിലനിൽക്കും. നമ്മൾ എപ്പോഴും ആ സ്നേഹത്തിനകത്തായിരിക്കും. നിത്യതയിൽ ചെന്നാലും നമുക്കൊരു പക്ഷേ വിശ്വാസം ആ രൂപത്തിൽ ആവശ്യമില്ല, പ്രത്യാശ ആ രൂപത്തിൽ ആവശ്യമില്ല. കാരണം നമ്മൾ അത് ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ സ്നേഹം, അഗപ്പെ, അത് വീണ്ടും വീണ്ടും നമ്മൾ കൂടുതൽ കൂടുതലായി അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് സ്നേഹമാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അതൊരിക്കലും അനുഭവിച്ച് തീരുന്നില്ല. അതെപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നിത്യതയിൽ എത്തിയാലും അത് തുടർന്നുകൊണ്ടിരിക്കും. വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ രാവിലെ വിശ്വാസം എന്ന വിഷയം സംസാരിച്ചു, പ്രത്യാശ എന്ന വിഷയം സംസാരിച്ചു. പ്രത്യാശയുടെ ഉറപ്പാണ് വിശ്വാസം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ പ്രത്യാശ എന്ന വാക്ക് പലപ്പോഴും കണക്ട് ചെയ്യുന്നത് ഒരു നമുക്ക് നിത്യതയിൽ ലഭിക്കാൻ പോകുന്ന ഒരു അവകാശത്തിലേക്കാണ് എപ്പോഴും പ്രത്യാശ എന്ന വാക്ക് കണക്ട് ആകുന്നത്. ആ പ്രത്യാശ നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരു തേജസ്സായി മാറുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശ. നമ്മുടെ ശരീരങ്ങൾ തേജസ്കരിക്കപ്പെടും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. പ്രത്യാശ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും നമുക്ക് ലഭിക്കാനിരിക്കുന്ന തേജസ്സിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. വേദപുസ്തകത്തിൽ ഉടനീളം നമുക്കത് കാണാം. റോമാലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ റോമാലേഖനം 5-ാം അധ്യായത്തില് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞ ശേഷം നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ. അപ്പൊ പ്രത്യാശ എപ്പോഴും ഒരു തേജസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതുപോലെ നമ്മൾ 2 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയുണ്ട്. 11-ാം വാക്യം, നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. അടുത്ത വാക്യം, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കും. പ്രത്യാശ എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു തേജസ്സിനെ സംബന്ധിക്കുന്നു. അതുപോലെ മഹത്വത്തിന്റെ കർത്താവായ ക്രിസ്തു എന്ന് നമ്മൾ വായിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. മഹത്വത്തിന്റെ പ്രത്യാശ, തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം നാം കാണും, തേജസ്സിൽ കാണും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അപ്പൊ പ്രത്യാശ എപ്പോഴും ദൈവ തേജസ്സുമായി കണക്റ്റഡ് ആണ്. നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ തേജസ് നമുക്ക് ലഭിക്കുമെന്നുണ്ട്. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഓക്കെ, ഈ തേജസ് എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഈ തേജസ് ഈ പ്രത്യാശയിലൂടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പ്രത്യാശ നിലനിൽക്കുന്നു, നിത്യതയിലേക്ക് നിലനിൽക്കുന്നു എന്ന് പറയാൻ കാരണം പ്രത്യാശ എന്ന രീതിയിലല്ല അത് നിലനിൽക്കുന്നത്. അത് നമുക്ക് തേജസ്സായി അണിയിക്കപ്പെടുകയാണ് പ്രത്യാശ. അപ്പൊ പ്രത്യാശയ്ക്ക് ഒരു ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഉണ്ട്. ദാറ്റ് ബിക്കംസ് അവർ ഗ്ലോറി. അപ്പോൾ പ്രത്യാശ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രാപിക്കാനിരിക്കുന്ന തേജസ്സുമായി കണക്റ്റഡ് ആണ്. എന്താണ് ഈ തേജസ് എന്ന് പറയുന്നത്? യേശു ക്രിസ്തു അവന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹന്നാന്റെ
സുവിശേഷം 17-ാം അധ്യായത്തിൽ, John chapter 17, in 2 verses, the Lord explains the glory of the Lord. 2 different types of glory. One is in verse 5. When you read verse 5 of John chapter 17, we see a glory for which the Lord prays. Let me read that. 17 verse 5. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. And now, Father, glorify me in your own presence with the glory that I had with you before the world existed. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വം. So that's speaking about the divine glory that Jesus had. And we can see that glory in the Bible, especially in the book of Isaiah and some other books also. The glory of Christ revealed before Isaiah, the heavenly glory, which even angels could not look upon, which angels feared to look upon, a glory that blinded them, and they were covering their eyes, they were covering their feet, and they were flying, unable to stand still before him. And one angel was telling another angel. They were not telling anything to the Lord. One angel was telling another angel, the Lord of the hosts is holy, holy, holy. So that's what Isaiah sees. And in the Gospel according to John, chapter 12, verses 37 onwards, if you read, you understand. Isaiah, in fact, saw Jesus Christ there. It's written in John chapter 12. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം വായിക്കുമ്പോൾ യെശയ്യാവ് കണ്ട ആ തേജസ്, 6-ാം അധ്യായത്തിൽ യെശയ്യാവ് കണ്ട തേജസ് ക്രിസ്തുവിന്റെ തേജസ്സായിരുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ നമുക്കൊന്ന് വായിക്കാതെ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? 12-ന്റെ 37 മുതൽ, ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറിഞ്ഞു. അവർ കാണെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറൊരിടത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ കൊട്ടേഷൻ, കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു, ഇത് യെശയ്യാവ് 53 നമുക്കറിയാം. യെശയ്യാവ് 53. 53 തുടങ്ങുന്നത് അതുകൊണ്ടാണ്. എന്നാൽ അതിന്റെ കാരണം യെശയ്യാവ് വേറൊരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. ഇത് യെശയ്യാവ് 6. അടുത്ത വാക്യത്തിൽ യോഹന്നാൻ പറയാണ്, യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. In verse 41, John says, Isaiah said these things because he saw his glory and spoke of him. So it was about Christ. So Isaiah saw 2 different visions of Christ. One was that heavenly glory, which Jesus did not reveal here while he was on this earth. He did not come with that heavenly glory. Okay, that was divine, and that even angels could not look at him at that time. No one has ever seen the Father. It's in fact the Son who has revealed the Father to us, all through the Bible. Okay. Now that glory, Jesus is asking back, because he did not come with that glory that would even blind the angels, even make them scared or alarmed or awe-inspired. God did not come with that glory. If he had come down to the earth with that glory, we would have fallen down dead before him, because there is no way a human being could look at him. But he didn't come with that glory. In fact, with what glory did he come? In John chapter 1,
John explains, Jesus came down to the earth with one particular glory. That means that heavenly glory which requires non-stop adulation and worship. സ്വർഗീയ തേജസ്, സ്വർഗത്തിൽ വെളിപ്പെട്ടിരുന്ന ആ ഒരു തേജസ്, എപ്പോഴും ആരാധന ഡിമാൻഡ് ചെയ്യുന്ന, ദൂതന്മാർക്ക് പോലും മുഖത്ത് നോക്കാൻ പറ്റാതിരിക്കുന്ന ആ തേജസ്സുമായിട്ട് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മളെല്ലാം ബോധം കെട്ട് നിലത്ത് വീഴും. Instead, the Lord came down to the earth with another type of glory. വേറൊരു തേജസ്സുമായിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അതെന്തായിരുന്നു? അത് യോഹന്നാൻ പറയുകയാണ്. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ അതിന്റെ 14-ാം വാക്യത്തിൽ പറയണം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. So they could see that തേജസ്, they could see that glory, and that was not something that would scare them. That was something that would attract them further and further, draw them closer to the person of Christ. So that was different glory. Same glory of God, but manifested in two different ways. See, when you are reading that passage in English, it makes a better sense. John chapter 1 verse 14 in English Standard Version reads like this: and the word became flesh and dwelt among us, and we have seen his glory, the glory as of the only Son from the Father, full of grace and truth. How did that glory appear? That glory appeared full of grace and truth. So this was the glory that the disciples saw. Glory of the Father, the only Son of the Father, and the disciples saw that glory as full of grace and truth. They didn't see that heavenly glory which demanded continuous worship. They saw another glory that would attract all of us and draw us closer to him. Even sinners, even worst of sinners, would go to him and be with him and convert themselves, reform themselves, and that glory that would attract even little children to him, make them climb over his lap, and that glory is what the disciples saw. Okay, and that was how God revealed us here, revealed himself before us. Now we come back to John 17. അപ്പോൾ രണ്ടാമതൊരു തേജസ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നത് കൃപയും സത്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് തേജസ്സായിട്ട് പറയുന്നത്. ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ഫുൾ ഓഫ് ട്രൂത്ത്. ഈ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാണ് ഇതിനെ തേജസ് എന്ന് വിളിക്കാൻ പറ്റുന്നത്? ഹൗ ക്യാൻ യു കോൾ ഗ്രേസ് ആസ് ഗ്ലോറി? So we understand theologically grace is unmerited favor. Okay, and God's favor when we don't merit it, we don't deserve it. That's what we primarily call grace, and that's the theological meaning of grace. But if you have your English dictionary near you, you just open and see the word grace, you get another meaning. What's the true meaning of grace? എന്താണ് കൃപ എന്ന വാക്കിന് മലയാളം ഡിക്ഷണറി നൽകുന്ന മീനിങ്? ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ പറയാം. മലയാളം ഡിക്ഷണറി നൽകുന്ന മീനിങ് എന്താണ്? കൃപ. ഇല്ലെങ്കിൽ വേണ്ട, നമ്മുടെ കോമൺ സംസാരത്തിൽ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപ, എന്തൊരു കൃപയാ എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് സ്പീക്കിംഗ് അബൌട്ട് അൺമെറിറ്റഡ് ഫേവർ. ഒരു പാട്ട് കേൾക്കുമ്പോൾ എന്തോ ഒരു കൃപയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ നോട്ട് സ്പീക്കിംഗ് അബൌട്ട് അൺമെറിറ്റഡ് ഫേവർ അറ്റ് ഓൾ. വി ആർ സ്പീക്കിംഗ് അബൌട്ട് സംതിങ് ബ്യൂട്ടിഫുൾ, സംതിങ് അട്രാക്റ്റീവ്, something very sweet to our senses, okay, and something ethereally beautiful. It's not about the beauty of this world. ഈ ലോകത്തിന്റെ ഒരു സൗന്ദര്യം അല്ലത്, അതൊരു അതർ വേൾഡ്ലി ബ്യൂട്ടി ഉള്ള, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, നമ്മളെ ആകർഷിക്കുന്ന ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഈ ഗ്രേസ് എന്നുള്ളത് ശരിക്കും നമ്മൾ അതിന്റെ വേർഡ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ ബൈബിളിൽ എല്ലാ അർത്ഥത്തിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. Grace is by definition a quality that makes something attractive, beautiful and pleasing. You say, എന്തൊരു കൃപയാണെന്നറിയാമോ? How gracefully she conducts herself. How graceful is she or he? What does it mean? It doesn't mean, എന്തുമാത്രം അർഹിക്കാത്ത ദാനമാണ്, എന്തുമാത്രം അൺമെറിറ്റഡ് ഫേവർ, ഇതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അതുപോലെ യേശു ക്രിസ്തുവില് അൺമെറിറ്റഡ് ഫേവർ നിറഞ്ഞു നിൽക്കുമായിരുന്നു കൃപ നിറഞ്ഞപ്പം? അല്ല. ഹി വാസ് സോ അട്രാക്റ്റീവ്.
He was like a magnet which would attract everyone. Pharisees or scribes or common men, sinners, prostitutes, heathen, everyone. God, the Lord's glory would attract everyone. And he was so humble and pleasing. Some of us are very stiff when we are spiritual. We don't talk much, and we are very very distant from other common men. But Jesus was not like that. He was one with everyone, and he went with anyone. So he was so full of grace that anyone could approach him. അപ്പൊ അങ്ങനെ ഒരു മഹത്വം, അതായത് ആർക്കും സമീപിക്കാവുന്ന, ആർക്കും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാവുന്ന, ആർക്കും അടുത്ത് ചെന്ന് കൂടെ ഇരിക്കാവുന്ന, ഒന്നിച്ച് ആഹാരം കഴിക്കാവുന്ന, അങ്ങനെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സ്വർഗീയമായ കൃപ ക്രിസ്തുവിൽ നിറഞ്ഞു നിന്നിരുന്നുവെന്ന് യോഹന്നാൻ മനസ്സിലാക്കി. ശിഷ്യന്മാർ അത് കണ്ടു. എന്നിട്ട് 16-ാം വാക്യത്തിൽ പറയാണ്, അവന്റെ ആ തേജസ് ഉണ്ടല്ലോ, ആ കൃപ, ആ മനോഹരത്വം, അവന്റെ കൃപ, നാം കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു എന്നാണ് അത് പറയുന്നത്. അതായത് ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഗ്രേസ് സംതിങ് ദാറ്റ് ഇൻക്രീസസ്. കൃപയുടെ മേൽ കൃപ, സംതിങ് ദാറ്റ് വി ക്യാൻ മെഷർ. Okay, it's not about unmerited favor, it's about something you can measure. Okay, and the divine quality of Christ growing in us, and that's what here grace signifies. And now we come to John chapter 17 to understand further what this grace means and how it's connected with our hope that we discussed last time. Okay, in 17 verse 5, which we read already, നമ്മൾ already 17-ാം അധ്യായത്തിൽ 5-ാം വാക്യം വായിച്ചിരുന്നു. അതിങ്ങനെയാണ്, and now Father, glorify me in your own presence with the glory that I had with you before the world existed. And മലയാളം, ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണം. Okay, ഇനി when we are coming to verse 22 of the same chapter, we think about another glory. That's reference to another glory. That means that's what the disciples got, like what we are getting, like what we saw in John chapter 1. യോഹന്നാന്റെ സുവിശേഷം 1-ൽ കണ്ടതുപോലെയുള്ള ആ മഹത്വം. അപ്പൊ 5-ാം വാക്യത്തിൽ പറയുന്ന മഹത്വം, ഇറ്റ്സ് അബൌട്ട് ദ ഡിവൈൻ ഗ്ലോറി ദാറ്റ് ദ ലോർഡ് ഈസ് ആസ്കിംഗ് ഫ്രം ഹിസ് ഫാദർ. But in verse 22, the glory that you have given me, that's already with me. What did I do with that? The glory that you have given me, I have given to them, that they may be one as we are one. See, the glory which the Lord gave us. Okay, and what did it achieve? It achieved a unity of the body of Christ. And what is that glory? That glory is, we are all children of God, like Christ himself. And we are promised the glory which comes and fills us as grace, beauty. ദൈവത്തിന്റെ മനോഹരത്വം, യേശുക്രിസ്തുവിന്റെ മനോഹരത്വം, ആ കൃപയാണ് നമ്മൾ എന്തുമാത്രം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മനോഹരത്വം, ആ കൃപ നമ്മളിൽ വന്ന് നിറയുന്നുണ്ടോ, അതാണ് നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ തേജസ്സായിട്ട് രൂപാന്തരപ്പെടും. Okay, so we hold on to this grace by our hope, and when we are transformed in glory, our hope is translated into glory. Let me explain it a little further. ഇവിടെ കർത്താവ് പറയുന്നത്, ഞാൻ അവർക്ക് എൻ്റെ മഹത്വത്തെ കൊടുത്തത് അവരെ ഒന്നാക്കി മാറ്റാൻ വേണ്ടിയാണെന്നാണ്. നിങ്ങളിപ്പോൾ ചർച്ചയിൽ എത്ര പേര് ഗ്യാദർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. Maybe around 20 people, I don't know. Suppose നിങ്ങൾ ഈ 20 people ഒന്നാണ്, ഒരു ഒറ്റ അക്കോർഡിലാണോ നമ്മളുള്ളത്? ആയിരിക്കാൻ സാധ്യതയില്ല. We are all having different social backgrounds, financial backgrounds, and suppose there's your daughter or son is seeking a proposal, you may go out to another church and search someone suitable to you. How do you make your selection? You make your selection
taking into account different parameters like caste. No, you don't have caste, but previously we had, right? And we never forget that. And that's one parameter. And economic situation, education. എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നത്? ബിക്കോസ് എല്ലാത്തിനും ഒരു മഹത്വമുണ്ട്. എഡ്യൂക്കേഷന് മഹത്വമുണ്ട്, കുടുംബ പാരമ്പര്യത്തിന് മഹത്വമുണ്ട്, പണത്തിന്റെ മഹത്വമുണ്ട്. നമ്മൾ ഇങ്ങനെ ലോകത്തിന്റെ പല മഹത്വങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഒരു പ്രപ്പോസലിലൂടെ മുമ്പോട്ട് പോകുന്നത്. ആം ഐ റൈറ്റ്? അതിനർത്ഥം എന്താണ്? നമുക്ക് ഈ ലോകത്തിന്റെ മഹത്വം അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു പൂർണ്ണ ഐക്യമില്ല. കാരണം ചിലർക്ക് പണം കൂടുതലുണ്ട്, ചിലർക്ക് വിദ്യാഭ്യാസം കൂടുതലുണ്ട്. അപ്പോൾ മഹത്വത്തിന്റെ കാര്യത്തിൽ ഒരു ഐക്യമില്ല. അപ്പോൾ പരസ്പരം കല്യാണം ആലോചിക്കാൻ പ്രയാസമുണ്ട്. കാരണം we belong to different backgrounds. അല്ലേ ഞാൻ പറഞ്ഞത്? അല്ലെങ്കിൽ ഒരു ഫുൾ സോഷ്യൽ ഇന്റർകോഴ്സ് നമുക്ക് നടക്കില്ല. ഈ ചർച്ചിനകത്ത് തന്നെ ഞങ്ങൾ ആന്ധ്രയിൽ മിഷണറിമാരായിരിക്കുമ്പോൾ അവിടെ കണ്ടൊരു പ്രതിഭാസം എന്ന് പറയുന്നത്, ഇപ്പം ഒരു പർട്ടിക്കുലർ കാസ്റ്റിലുള്ള ഒരു കൂട്ടം ആൾക്കാർ സഭയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി കാസ്റ്റുകളോടെ കയറത്തില്ല. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാം അവരുടെ കാസ്റ്റിന് ഒരു ഗ്ലോറി ഉണ്ട്. കേരളത്തിൽ ഉണ്ട്. പക്ഷെ കർത്താവ് പറയാം ഇവരെയൊക്കെ ഒന്നാക്കാൻ ആകെ ഒരു വഴിയുണ്ട്. എന്താണെന്നറിയാം? ഈ ലോകത്തിന്റെ മഹത്വം എല്ലാം വിട്ടിട്ട് എന്റെ മഹത്വം കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും ഒരു ഒന്നായിക്കോളൂ. ഒന്നാവൂ? അപ്പൊ നമ്മളെല്ലാവരും വില മതിക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. അപ്പൊ നമ്മൾ ഒന്നായി, എല്ലാവരും ഒന്നായി. കാരണം കർത്താവ് നമ്മളെല്ലാം ഉള്ളിൽ തന്നിരിക്കുന്നത് പൈസയുടെ മഹത്വമല്ല, വിദ്യാഭ്യാസത്തിന്റെ മഹത്വമല്ല, ദൈവത്തിന്റെ മഹത്വമാണ്, ക്രിസ്തുവിന്റെ മഹത്വം. അതാണ് നമുക്ക് പങ്കുവെച്ച് തന്നിരിക്കുന്നത്. കൃപയുടെ മഹത്വം, കൃപാധനം. ആ കൃപാധനം, the treasure of his grace, the richness of his grace, and that's distributed to us. Last day, an auntie, a sister from the United States called me, and she was wondering. She thought when a Hindu girl gets converted and comes to faith, Christian parents will be too eager to get her as a daughter-in-law because she's a woman of faith and she abandoned her backgrounds and situations and all religion to accept faith. And she thought they will be in huge demand in a Christian church because of their commitment. But she says, I don't understand why it is not like that. Because we are not looking at the glory of Christ when we seek marriage proposals. We seek the glory of man. Why? Why do we seek the glory of man when we arrange marriages? Because we are living by those principles. We are concealing the fact that we are living by those principles. But when there's an important thing in your home, suddenly those principles apply. But the Lord says, I have given them another glory to yearn for, to crave for, and to hold on. I've given them another glory that makes all of them one. ദൈവം നമുക്ക് ഒരു മഹത്വം തന്നിരിക്കുന്നത് നമ്മൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ പുറകെ പോകുന്നത് ഈ ലോകത്തിന്റെ മഹത്വം, അല്ലെങ്കിൽ പണത്തിന്റെ മഹത്വം, വിദ്യാഭ്യാസത്തിന്റെ മഹത്വം, ഇതെല്ലാം നോക്കിയാണ് നമ്മൾ ഒരു വിവാഹാലോചനയൊക്കെ നടത്തുന്നത്. അതിന്റെ കാരണം എന്താണ്? നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. കാരണം നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കല്യാണമൊക്കെ അറിയുമ്പോൾ അത് വെളിയിൽ വരുന്നത് നമ്മുടെ യഥാർത്ഥ ആശയം, നമ്മുടെ ഉള്ളിലുള്ളത് എന്താണ് നല്ലത്, നമ്മൾ കൊടുക്കുന്ന വാല്യൂ സിസ്റ്റം എന്താണെന്ന് വെളിയിൽ വരുന്ന ഒരു കല്യാണാലോചന വരുമ്പോഴാണ്. അപ്പോ പക്ഷെ കർത്താവ് എന്താ പറഞ്ഞ്, ഞാൻ അവർക്ക് ഇതൊന്നും അല്ലാത്ത വേറൊരു മഹത്വം കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യാശയാൽ മാത്രം ഹോൾഡ് ചെയ്യാവുന്ന മഹത്വമാണ്. പ്രത്യാശയില്ലാത്തവർക്ക് മഹത്വം കാണാൻ പറ്റും. അപ്പോൾ ആ പ്രത്യാശയിൽ ഹോൾഡ് ചെയ്യാവുന്ന ഒരു മഹത്വം ദൈവം കൊടുത്തിട്ട് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നായിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിത് തന്നെ. കാരണം ആര് നോക്കിയാൽ ആ പ്രത്യാശയുടെ മഹത്വം ഉള്ളിൽ, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ലോകത്തിൽ ഒരു മഹത്വം അവിടെ ചെലവാക്കി. So God has given us a hope that will never disappoint us. And that connects us with a divine glory.
and a glory that grows in us. So this is how hope saves us. ഹോപ്പ് എന്താ ചെയ്യുന്നത്? ഹോപ്പ് നമ്മളെ ഒന്നാക്കി മാറ്റും. ഈ രണ്ട് തരം ഹോപ്പിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട് കർത്താവ്. ഒന്ന് ക്രിസ്തുവിന്റെ എറ്റേണൽ എവർലാസ്റ്റിംഗ് ഗ്ലോറി. അത് ദൈവികമാണ്, അത് മനുഷ്യർക്ക് പങ്കുപറ്റാൻ പറ്റില്ല. ബട്ട് ദർ ഇസ് അനദർ ഗ്ലോറി, ദ ഗ്ലോറി ആസ് ഓഫ് ദ സൺ. അത് നമുക്ക് സൺഷിപ്പ് കിട്ടുമ്പോൾ നമുക്ക് പ്രോമിസാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കാരണം എന്താ? തേജസ് വിചാരിച്ചുകൊണ്ട്. എന്നാൽ ഈ കഷ്ടങ്ങൾ സാരമുണ്ട് എന്ന് എണ്ണാൻ കാരണം എന്താ? തേജസ് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് പ്രത്യാശ നമുക്ക് ഈ കാലത്തിലെ കഷ്ടങ്ങളെ നിസ്സാരമായി കരുതുവാനുള്ള കൃപ, നിസ്സാരമായി കരുതുവാനുള്ള കൃപ ആ ദൈവകൃപയാണ് നമ്മെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രത്യാശയും തേജസ് തമ്മിലുള്ള കണക്ഷൻ? നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രത്യാശ? നമ്മളതിന്റെ പ്രാക്ടിക്കൽ സൈഡ് ഒന്ന് നോക്കാം. നിങ്ങൾ എന്തിനാണ് വാല്യൂ കൂടുതൽ കാണുന്നത്? നിങ്ങൾ പ്രാർത്ഥന ലിസ്റ്റ് എടുത്ത് നോക്കി, എന്തിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ കാണുന്നത്? അതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്. നിങ്ങൾ എന്തിനാണ് മഹത്വം കൂടുതൽ കാണുന്നത്? അത് നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ തേജസ്സിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ മഹത്വം കൂടുതൽ കണ്ടത് കത്തിപ്പോകുന്ന സാധനങ്ങൾക്കാണെങ്കിൽ അത് അങ്ങോട്ട് കടന്നു പോവില്ല. നിങ്ങൾ മഹത്വം കൂടുതൽ കണ്ടത് ക്രിസ്തുവിന്റെ രാജ്യത്തിനും അവൻ നമുക്ക് തരുന്ന ആ സ്വഭാവത്തിനുമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുനരുത്ഥാനത്തിൽ മഹത്വീകരിക്കപ്പെടും. കാരണം അത് നിലനിൽക്കുന്നതാണ്. നമ്മൾ എന്തിനെയാണ് വിലയുള്ളതായി അല്ലെങ്കിൽ മഹത്വമുള്ളതായി കാണുന്നത്? ഈ മഹത്വമാണ് നമ്മുടെ പ്രത്യാശയുടെ ആധാരം. അപ്പോൾ എന്തിനെയാണോ നിങ്ങൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ മഹത്വമേറിയതായി കണ്ട് അതിനുവേണ്ടിയാണ് നിങ്ങൾ നിലവിളിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യാശയാൽ നയിക്കപ്പെടുന്നവരല്ല, ആശകളാൽ നയിക്കപ്പെടുന്നവരാണ്, മോഹങ്ങളാൽ. എന്നാൽ നിങ്ങൾ ഈ ലോകത്തിന്റെ പ്രത്യാശയല്ല, നിത്യമായി കർത്താവ് തന്ന വാഗ്ദത്തങ്ങളെ ആസ്പദമാക്കി സ്വർഗീയമായൊരു തേജസ്സിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സഹോദരങ്ങളെ നമ്മൾ ആ തേജസ് പ്രാപിക്കും. അപ്പൊ തേജസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ഉള്ളിലേക്ക് ചാടി വരുന്ന ഒരു കാര്യമല്ല, അത് നമ്മുടെ ജീവിതം തന്നെയാണ്. എവറി ഡേ ഈവൻ യു ആർ ലിവിങ് ഇൻ ഹോപ്പ് ആൻഡ് ദ ഹോപ്പ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻടു ഗ്ലോറി. അതുകൊണ്ടാണ് അതിന്റെ മഹത്വത്തിന്റെ പ്രത്യാശ. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഓടുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? നമുക്ക് ആ മഹത്വം നമുക്ക് കിട്ടും. ഇപ്പൊ എഡ്യൂക്കേഷന്റെ മഹത്വം അല്ലെ, നല്ല മഹത്വമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒരു തേങ്ങ തലയിൽ ചാടിയാൽ എഡ്യൂക്കേഷൻ തീരുമല്ലോ. നമ്മൾ എത്ര റിസർച്ച് ചെയ്താലും നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കല്ലോ തേങ്ങയോ നമ്മുടെ തലയിൽ നല്ല മർമ്മത്ത് വീണാൽ പിന്നെ നമ്മുടെ എഡ്യൂക്കേഷനും PhD ഒക്കെ പോകാം. ടെമ്പററിയാണ്. ഒരു സ്ക്രൂ ഇളകിയാൽ മുഴുവൻ പോകുന്ന സാധനമാണ് ഇത്, എഡ്യൂക്കേഷൻ. പൈസയെക്കാളും സ്പീഡിൽ ഡിസപ്പിയർ ചെയ്യും. ഒരു മെമ്മറി പ്രോബ്ലം ഉണ്ടായാൽ മതി, പഠിച്ചതൊന്നും ഓർക്കുകയില്ല അല്ലേ. സോ ദീസ് ആർ വെരി ഫിക്കിൾ ഗ്ലോറി. അത് മിന്നി വിളങ്ങുന്ന താൽക്കാലികമായ വെറും ടെമ്പററി ആയിട്ടുള്ള ഗ്ലോറിയാണ്. പക്ഷെ നമുക്ക് ജീവിക്കാൻ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ചാൽ വേണം. ബട്ട് വി കനോട്ട് അറ്റാച്ച് ഗ്ലോറി ടു ഇറ്റ്. നമ്മൾ ജീവിക്കുന്നത് നിലനിൽക്കുന്ന ഒരു മഹത്വത്തിന് വേണ്ടി, ഒരവകാശത്തിന് വേണ്ടിയുമാണ്. അപ്പൊ പ്രത്യാശ എപ്പോഴും നമ്മളെ കണക്ട് ചെയ്യുന്ന ഫ്ലീറ്റിംഗ് ഗ്ലോറി ഓഫ് ദിസ് വേൾഡ് അങ്ങോട്ടല്ല. ഹോപ്പ് കണക്ട്സ് us with something eternal and that cannot be taken away from. Hope never disappoints us. And hope certainly puts us on a high road to glorification. And we hold on to that promise that God one day will definitely, by his promise, will glorify with Christ. ഇതാണ് ഹോപ്പ്. അപ്പൊ നമ്മൾ എന്തിനെയാണ് വാല്യൂ ഉള്ളതായിട്ട് കാണുന്നത്? ദൈവത്തിന്റെ കൃപാധനം നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതാണ് നമുക്ക് ഏറ്റവും വാല്യൂ ഉള്ളതായിട്ട് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രത്യാശയാൽ നടത്തപ്പെടുന്നവരാണ്. എന്നാൽ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ഒരു ബെറ്റർ ഫോൺ, ബെറ്റർ കാർ, ബെറ്റർ
ഹൗസ്. ഇതാണ് നമ്മുടെ സ്വപ്നമെങ്കിൽ അതിന് മഹത്വം കാണുന്നുണ്ടല്ലേ? മഹത്വം കാണുന്നതുകൊണ്ടാണ്. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ ഇങ്ങനെ പറയാം. ഒരു മനുഷ്യൻ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോയായിരുന്നു. റോഡിലൂടെ നടന്നു പോയപ്പം പുള്ളിക്ക് വഴി കിടന്ന് കുറെ കടലാസ് കിട്ടി. പുള്ളി ഇത് പറക്കിയെടുത്തു. തപ്പി നോക്കിയപ്പം ചിലതൊക്കെ നല്ലപോലെ ഗ്ലേസിങ് ആണ്. പിടിച്ചു നോക്കുമ്പോൾ ബ്ലൈൻഡാണ്, ആള് ബ്ലൈൻഡാണ്. പുള്ളി അത് മടക്കി നല്ല ഭംഗിയായിട്ട് മടക്കി പേഴ്സിനകത്ത് വെച്ചു, അല്ലെ പോക്കറ്റ് വെച്ചു. കുറേ മുമ്പോട്ട് പോയപ്പം ഗ്ലേസിംഗ് ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു പേപ്പർ കണ്ടു. അത് അവൻ വലിച്ചു കയറി ദൂരോട്ട് കളഞ്ഞു. പക്ഷെ എന്താ സംഭവം എന്നറിയാം? നിങ്ങളിപ്പോൾ ഊഹിച്ച് കാണുമായിരിക്കും. ആദ്യം ഒരു മടക്കി വെച്ചത് ഏതോ ചർച്ചിലെ പെരുന്നാളിന് കെട്ടിയിരുന്ന ഫെസ്റ്റൂൺസ് ആയിരുന്നു, നല്ല ഗ്ലേസിംഗ് പേപ്പർ. പക്ഷെ അവൻ വലിച്ചു കയറി കളഞ്ഞത് മേ ബി ഒരു $100 ഒരു നോട്ടുണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ? ആയിരിക്കും. ഇതുപോലെയാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്. താൽക്കാലികമായി കൊഴിഞ്ഞു പോകുന്നതും റിയലായി വാല്യൂ ഇല്ലാത്തതും പ്രോമിസ് ഒന്നും ഇല്ലാത്തതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജനങ്ങൾ വാരിയെടുക്കുന്നത്. എന്നിട്ട് മറ്റുള്ള ആളുകളുടെ അടുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പം അവർ പറയും, അവൻ എന്തോരം തോരണങ്ങളാ പറക്കിയേക്കുന്നത്, കർത്താവേ എനിക്കും കുറച്ച് തോരണങ്ങൾ തരണേ. ഹൗ ഫൂളിഷ് അല്ലേ? ഹൗ ഫൂളിഷ്. നമുക്ക് എന്തിനാ ഈ കത്തിപ്പോകുന്ന തോരണങ്ങൾ? ഓക്കെ, അപ്പോൾ പ്രത്യാശയാലാണോ മോഹങ്ങളാലാണോ നമ്മൾ നടക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഈ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ രാവിലെ തൊട്ട് പറയുന്നില്ല? എങ്ങനെയാണ് പ്രത്യാശ ഇവിടെ ആവട്ടെ രാവിലെ നിങ്ങളോട് പറയുമ്പോൾ ഇന്നലെ തൊട്ടെന്ന് പറയണം. എങ്ങനെയാണ് ഈ പ്രത്യാശ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പ്രത്യാശ ഉണ്ടായി വരുന്ന ഒരു വഴി അവിടെ പറഞ്ഞിട്ടുണ്ട്. റോമൻസ് ചാപ്റ്റർ 5. ഓക്കെ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, 2-ാം വാക്യം, വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ത്രൂ ഹിം വി ഹാവ് ഓൾസോ ഒബ്റ്റെയിൻഡ് ആക്സസ് ബൈ ഫെയ്ത്ത് ഇൻ ടു ദിസ് ഗ്രേസ് ഇൻ വിച്ച് വി സ്റ്റാൻഡ് ആൻഡ് വി റിജോയ്സ് ഇൻ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഓഫ് ഗോഡ്. നൗ വേഴ്സ് 3. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഇൻ ഇംഗ്ലീഷ്, ആൻഡ് എൻഡ്യൂറൻസ് പ്രൊഡ്യൂസസ് ക്യാരക്ടർ. Verse 3, more than that we rejoice in our sufferings, knowing that suffering produces endurance, and endurance produces character, and character produces hope. So there's a systematic production of hope in us, and that goes on, that continues. How does that happen? How is hope generated in us? By a divine work. So it basically comes from tribulation. Why does God allow tribulations and trials in our life? Why did God allow COVID? And it was necessary for the United States and for India and for all these nations to come through these sufferings so that those who are called by the Lord to salvation will have their hope multiplied. When sufferings increases, you get a character, tolerance, endurance or tolerance. കഷ്ടത സഹിഷ്ണുതയെ, സഹിഷ്ണുത സിദ്ധതയെ. In ESV it's given as character. It's from character that we get hope. What character? Okay, from sufferings or tribulations we get patience or endurance or tolerance, and from endurance you get character, and from character you get hope. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കും. ഓക്കെ, ഈ കഷ്ടത എങ്ങനെയാണ് സഹിഷ്ണുത ഉണ്ടാക്കുന്നത്? നമ്മൾ കഷ്ടം സഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ സഹിക്കാനുള്ള കപ്പാസിറ്റി കൂടി. സഹിക്കാനുള്ള കപ്പാസിറ്റി മാത്രമല്ല, മറ്റുള്ളവരെ ചുമക്കാനുള്ള കപ്പാസിറ്റി, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കപ്പാസിറ്റി, ആക്രമണങ്ങൾ സഹിഷ്ണുതയോടെ നോക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ അകത്തെ മനുഷ്യന് വർദ്ധിച്ചു വരും കഷ്ടങ്ങളിലൂടെ ശോധന ചെയ്യപ്പെടുന്ന ആളുകൾ. പണ്ട് ഞാനൊരു കോമഡി സീൻ എവിടെയോ കാണുക, എവിടെ കണ്ടതാണോ കേട്ടാണോ ഓർമ്മയില്ല.
അതിങ്ങനെയാണ്, ഒരാൾ പറയാണ്, എനിക്ക് ഇപ്പൊ കഷ്ടകാലമാണെന്നാണ് ജ്യോത്സ്യർ പറഞ്ഞത്. 10 വർഷത്തെ കഷ്ടകാലമായിരുന്നു. അപ്പൊ മറ്റുള്ള ചോദിക്കാം, 10 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, കാരണം അപ്പോഴേക്ക് ഈ കഷ്ടങ്ങളെല്ലാം ഒരു ശീലമായിക്കോളും എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത. വി ലേൺ ഹൗ ടു ബെയർ ഇറ്റ്. ഓക്കെ, അപ്പോൾ സഹിഷ്ണുത എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ സഹിക്കാനുള്ള കപ്പാസിറ്റി മാത്രമല്ല, അത് വേറൊരാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള കഴിവുമാണ്. മറ്റുള്ളവരുടെ തെറ്റുകളോട് നമ്മൾ ടോളറൻസ് കാണിക്കും. വി എൻഡ്യൂർ ത്രൂ ഹാർഡ്ഷിപ്സ് ആൻഡ് ടോയിൽസ്. എവറി ബിലീവർ ഫേസസ് trials and tribulations like and even temptations. കഷ്ടത സഹിഷ്ണുതയും. സഹിഷ്ണുത ക്യാരക്ടറിനെയും. That means സിദ്ധത or character. What character? I think, if my memory is working well, I think in American Standard Version, in ASV, not in ESV, but in ASV, the translation for siddhata is a character approved by God. A God-approved character. I don't know if that was ASV, but there is one translation like that. Anyway, English Standard Version says character. But anyway, it has to be God-approved, because tribulations, endurance, and character. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും. സിദ്ധത എന്നുള്ളതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ദൈവം അംഗീകരിക്കുന്ന സ്വഭാവം എന്നുള്ളതാണ്. ഗോഡ് അപ്രൂവ്ഡ് ക്യാരക്ടർ. ഓക്കെ, എന്താണ് ഈ ഗോഡ് അപ്രൂവ്ഡ് ക്യാരക്ടറിൽ നിന്ന് എങ്ങനെയാണ് ഹോപ്പ് ഉണ്ടാകുന്നത്? ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, ദാറ്റ് വാസ് ഇൻ 1988. എൻ്റെ ഫാദർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എക്സാമിനേഷൻ നല്ല മാർക്കില്ലെങ്കിൽ വീട്ടിൽ വലിയ പ്രശ്നമാകും. മാത്സിന് 50 വാങ്ങിക്കണമായിരുന്നു എൻ്റെ അപ്പൻ്റെ ആഗ്രഹം എപ്പോഴും. പക്ഷെ ഒരിക്കലും എനിക്ക് 50 കിട്ടത്തില്ല. 1-2 മാർക്ക് എങ്ങനെയെങ്കിലും ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയുമായിരുന്നു. അപ്പം മൈ ഫാദർ ഡിസൈഡഡ് ദാറ്റ് യു ഹാവ് ടു അറ്റൻഡ് ട്യൂഷൻസ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഞാൻ മാത്തമാറ്റിക്സിന് ട്യൂഷന് പോകുന്ന 8ാം ക്ലാസ്സിൽ വെച്ചാണ്. എന്തിനാണെന്നറിയോ? 50-ൽ 50 വാങ്ങിക്കാൻ വേണ്ടി. എന്ത് പറയാൻ, ട്യൂഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ മാർക്ക് 39. എനിക്ക് വീട്ടിൽ പോകണ്ട. ഞാൻ സ്കൂൾ വിട്ടു, 4:10 ബസ്സുണ്ട്, പിന്നെ 5 മണിക്ക് വിടും. ഈ റൂട്ട് ബസ്സാണ് നമ്മുടെ, അല്ലാതെ സ്കൂൾ ബസ് ഇല്ല. എന്ന് 4:10 വണ്ടിയെ ഞാൻ കയറിയില്ല. ഞാൻ ടൗണിൽ പോയി ഇങ്ങനെ അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എൻ്റെ ഹൃദയം പറയുക, എൻ്റെ കർത്താവേ, ആ വണ്ടി ഒരു അരമണിക്കൂർ താമസിച്ചേ വരാവുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയാം? ഐ ഡോണ്ട് വാണ്ട് ടു go to my home because I don't have marks. I don't have a father approved performance, so I don't want to go to my home. അന്ന് വണ്ടി 5 മണിക്ക് മുമ്പ് വന്നു. Then I sat inside the bus and started wishing, not praying. At that time I was not a believer, but still we pray, right? So I was praying, oh Lord, somehow you allow this bus tire to get punctured. Let them stop somewhere. I don't want to go to my home. I cannot listen to my father's scoldings. But the bus took us home. I went there and I received with humbleness whatever my father threw at me. Words, of course. He would never beat, only words. Suppose I had got 50 out of 50. How would I rush home? I would be flying. And coming down at 4 p.m., waiting at the bus station, I'll be wondering, where is that 4:10 bus? Why is it not coming yet? I want to go home because I want to show my father my marks. സ്വർഗരാജ്യത്തിലേക്ക് ഇങ്ങനെ തന്നെയാണ്. നമുക്കൊരു ഗോഡ് അപ്രൂവ്ഡ് ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വർഗത്തിലോട്ട് പോകണം എന്നുള്ളൊരു കൊതി വരുന്നില്ല. Because we are not certain how the Father would receive us. We are not seeing that
sight of the Father waiting eagerly for us. We are no longer seeing that. അത് കണ്ടാൽ, കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കണ്ടാൽ we will rush. നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള തിടുക്കം ഉണ്ടാവും. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് തിങ്സ് ബൈ പ്രേയിങ്. പിശാചുക്കൾ ഓടിക്കാനുള്ളതും അല്ല ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ പോരാടുന്ന പിശാച്, ഡോൺ വറി, ഡോൺ ബോദർ. ഈ പിശാചിന് ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ പിശാചിന് ഭയങ്കര സന്തോഷമാണ്. കാരണം ബലവും ബഹുമാനവും ശക്തിയും കുഞ്ഞാടിന് മാത്രമേ കൊടുക്കാവൂ. അത് സ്വീകരിപ്പാൻ കുഞ്ഞാട് അയോഗ്യൻ. അതിനിടയിൽ നിന്ന് അതിന് ശക്തിയുണ്ട്, ഇതിന് ശക്തിയുണ്ടെന്നൊന്നും പറഞ്ഞേക്കരുത്. അത് പറയുന്നത് അവന് ഇഷ്ടമാണ്. പക്ഷെ ദേശാധിപ ശക്തികളൊക്കെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുന്നവർ ഇതെല്ലാം ഭയങ്കര പവർഫുൾ ആയിരുന്നു. പക്ഷെ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതോടുകൂടി എല്ലാത്തിനെയും അവൻ അടിയറവ് പറയിപ്പിച്ചു. നമ്മൾ എതിർത്ത് നിന്നാൽ ഓടാത്തതായിട്ട് ഒന്നും ഇനി അവശേഷിക്കുന്നില്ല. സാത്താനെ എതിർത്ത് നിൽക്കാൻ നമുക്ക് വിശ്വാസത്താൽ പറ്റും. We don't have to be afraid of him. We cannot glorify his strength. We cannot say Satan is very powerful, demons are very powerful, oh, they are not giving me peace. You cannot say that, because the Lord is much more powerful. And never with your lips praise or lift up or enhance or augment the strength of the devil or the demons. Say they are defeated. Say they are defeated. We don't have to even fight because they are defeated. But we should be aware of his tricks. Satan is very tricky and clever. You know how he extracts worship from unsuspecting people? Okay. So our life is not about fighting the devil, getting things done in our home, and getting good food 3 days, 3 times a day, or getting good education for our children. These are all important, but that's not Christian life is all about. Christianity is about living a life of hope, expecting eagerly for the glory that's to come to us. And every message, every oracle, every prophecy, every gift of the Spirit shall enhance hope, make us look further, deeper, make us look further and deeper into that heavenly hope set before us. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ. നമ്മൾ ഒരിക്കലും, പ്രിയ സഹോദരങ്ങളെ, ലോകത്തെ ജയിക്കാൻ വേണ്ടിയോ സാത്താന്റെ ശക്തിയെ പേടിച്ചിട്ട് അതിനെ മേലിൽ ജയിക്കാൻ വേണ്ടി ഒന്നും അല്ല. അത് ജയിക്കുന്ന ഇതൊന്നും അല്ല ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. Satan is already conquered. നമ്മൾ വിശ്വസിക്കുക, അവനല്ല, കർത്താവാണ് എന്നെ നടത്തുന്നത്. എൻ്റെ പിതാവ് അറിയാതെ എൻ്റെ തലമുടി നാര് പോലും നിലത്ത് വീഴില്ല. പിന്നെയാണ് സാത്താൻ. God is in control of everything. We don't have to be afraid of anything. Okay, and we are expecting that glory. നമ്മൾ ആ മഹത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ധനത്തോടു കൂടി, അവന്റെ വീര്യത്തോടു കൂടി, അവന്റെ വിശ്വാസത്തോടു കൂടി നമ്മൾ കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ജീവിതം ഓടുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ എപ്പോഴും ലക്ഷ്യമായിരിക്കുന്നത് അവന്റെ തേജസ്സാണ്. ആ തേജസ്സാണ് നമ്മളെ മാനസാന്തരപ്പെടുത്തുന്നത്. ആ തേജസ്സാണ് നമ്മളെ ക്രിസ്തീയ ഓട്ടം ഓടുവാൻ ഇടയാക്കുമാറാക്കുന്നത്. ഇത് നമ്മളിൽ കൃപയായിട്ടാണ് പെരുകുന്നത്. ഈ കൃപ പെരുകുന്നതിനെ കുറിച്ച്, എങ്ങനെയാണ് നമ്മളിൽ കൃപ പെരുകുന്ന തേജസ്സായിട്ട് മാറുന്നത്? How does grace abound in us? A sinner like me, how does grace abound? Years back in 2008, if my memory is, again, my memory is not good enough. Myself and one of my friends, we were waiting at the Madras railway station, Chennai railway station. We were waiting for a brother to arrive there so that we could meet him and talk some important things regarding mission. And there were thousands of people who were all around the place, big crowd. വലിയൊരു ജനക്കൂട്ടം ഈ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഞങ്ങളൊരു മനുഷ്യനെ കാത്തോടെ നിൽക്കുകയാണ്. ഒത്തിരി ആൾക്കാരെ ഗേറ്റിലൂടെ കടന്നു വരുന്നുണ്ട്. Then my friend said, see that brother who was just now crossed the door? Yes, we are waiting for him. I told him, how do you know? Do you know him before? Have you ever seen him before?
നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എങ്ങനെ മനസ്സിലായി അയാളെ നമ്മൾ നോക്കിയിരിക്കുന്നത്? എന്നോട് ഈ മനുഷ്യൻ പറയാം, ലുക്ക് അറ്റ് ഹിസ് ഫേസ്, ഹി ഈസ് എ ബിലീവർ ആൻഡ് ഹി ഹാസ് ദ ഗ്രേസ് ഓൺ ഹിസ് ഫേസ്. I could not see that because he did not have that cucumber face, clean shaven. No, he didn't have that. He had a mustache. It didn't look like small mustache. So I couldn't see any grace because we usually see grace in clean shaven faces, right? അദ്ദേഹം അടുത്ത് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ദൈവമേ, അയാൾ തന്നെയാണ്. എന്തൊരു അത്ഭുതം. ഞാനപ്പോൾ ഈ മനുഷ്യനോട് ചോദിച്ചു, എങ്ങനെ മനസ്സിലായി? അപ്പൊ പുള്ളി പറയാ, അതും മനസ്സിലാവില്ലേ കണ്ടാൽ? അവന്റെ മുഖത്ത് കർത്താവിന്റെ തേജസ് ഉണ്ട്. മൈ ഗുഡ്നസ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹം വലിയ മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലി കളഞ്ഞ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യക്ക് പോകാൻ വേണ്ടി റെഡിയായി പാക്ക് ചെയ്ത് വീട്ടിലുള്ള സാധനങ്ങൾ വരെ എടുത്ത് കൊടുത്തിട്ട് ഇവിടെ ഒന്നും ഇല്ലാതെ ഇറങ്ങുകയാണ്. എനിക്കൊരു കാര്യം അറിയാം, ഈ ലോകത്തെ എന്തെങ്കിലും ഒരു മഹത്വമുള്ള സാധനം നമ്മൾ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിനായി ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണോ ഉപേക്ഷിച്ചത് അത് നിങ്ങൾക്ക് മഹത്വത്തിന് കാരണമാണ്, സ്വർഗീയ മഹത്വത്തിന് കാരണമാണ്. ഈ ലോകത്തിലെ മഹത്വം വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കും തോറും നിങ്ങൾ സ്വർഗത്തിലെ ഒരു മഹത്വത്തിന്റെ അവകാശിയായി മാറുകയാണ്. ഇത് നമ്മിൽ വന്ന് നിറയുന്ന ദൈവകൃപ, നാളെ തേജസ്സായി വെളിപ്പെടേണ്ട ദൈവകൃപയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ നാളെ ഇത് പറയാനേ. എനിക്ക് തോന്നുന്നില്ല, അറിയാൻ വേണ്ട. പക്ഷെ എങ്ങനെയായാലും കർത്താവ് വരുമ്പോൾ നമ്മളെ തേജസ്സുള്ളവരായിട്ട് തന്നെ കാണും. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ഈ തേജസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്ന മഹത്വത്തിലേക്ക് നോക്കരുത്. ശുശ്രൂഷകൾ അതിനായി ദുർവിനിയോഗം ചെയ്യരുത്. നശിച്ചു പോകുന്നതിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഡോണ്ട് കോസ് എനി ബ്രദർ ടു സ്റ്റംബിൾ. ഞാൻ വീണ്ടും ജനിച്ച ശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് സ്നാനപ്പെടുന്നത്. അസംബ്ലി ഓഫ് ഗോഡിലാണ് എൻ്റെ സ്നാനം. അപ്പൊ ഞാൻ വീണ്ടും ജനിക്കുന്ന സമയത്ത് I was attending a CSI church because I disowned my Orthodox church when I was 16 because of idolatry. I decided I will no longer come to an Orthodox church when I was very young. And then with my friends, I used to go to a CSI church for 2 years. I didn't know about Pentecostal churches or anything. I took baptism and joined AG church. When I was in CSI church or even before that, I had thought, now onwards, when I take baptism, my life is going to change and I will suffer for the Lord, go to different remote places, live for Him as a disciple. So I've taken these things in my heart and lose everything and to gain that one real life. ആ യഥാർത്ഥമായ ഒരു ജീവനെ കണ്ടെത്താൻ വേണ്ടി നിസ്സാരമായതിനെ വിട്ടുകളയണമെന്ന് എൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ചർച്ചിലേക്ക് ചെന്നപ്പോൾ ചർച്ചിലെ പ്രസംഗം എന്നാണെന്നറിയോ? നിന്നെ ഞാൻ വാലല്ല തലയാക്കും. മാത്രമല്ല, അതും പോട്ടെ, നിന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ നിന്നെ ഞാൻ മാനിക്കുന്ന ദൈവം. ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ഇറങ്ങിയത് എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ നിന്ദ ചുമക്കാനാ. പക്ഷെ എന്നോട് പറയുക, നീ പെന്തക്കോസുകാരനാന്ന് പറയുമ്പോൾ ആൾക്കാർ കളിയാക്കുന്നത് ഭയങ്കരമായിട്ട്. അത് മാറി നിന്നെ ഞാൻ ജനങ്ങളുടെ മധ്യത്തിൽ മാനിക്കും. എങ്ങനെ ജനങ്ങളുടെ മധ്യത്തിൽ മാനിക്കുന്നത്? എന്തിനാ ജനങ്ങളുടെ മധ്യത്തിൽ നമ്മളെ മാനിക്കുന്നത്? ക്രിസ്തുവിനില്ലാത്ത മാനം എന്തിനാ അവന്റെ ശിഷ്യന്മാർക്ക്? നമ്മുടെ വിളി എന്താ? നഗരവാതിലിന് വെളിയിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച ക്രിസ്തുവിന്റെ നിന്ദ ചുമന്നുകൊണ്ട് അവന്റെ അടുത്ത് ചെല്ലാനാണ്. നിന്ദിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് മാനത്തിന് വേണ്ടി നിലവിളിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, we have gone astray. We are not glorifying the Lord. And we are seeking another glory. That's of no value. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ ശുശ്രൂഷകളെല്ലാം ആ ക്രിസ്തുവിന്റെ ഏകാഗ്രതയിൽ നമ്മൾ അകറ്റി
ലോകത്തിലേക്ക് നമ്മളെ വലിച്ചടിപ്പിക്കുന്നുണ്ടെങ്കിൽ, these words that I have spoken to you will ring in your hearts, ring in your ears for all the years to come. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മൾ അന്വേഷിക്കുന്നത് എന്തും മാത്രം നമ്മളത് അനുഭവിക്കുന്നു. ആ കൃപ, ആ തേജസ്, കർത്താവിനോടുള്ള ആഗ്രഹം, ഇതാണ് കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്ന, പ്രത്യാശയോടെ കാത്തിരിക്കും വിശുദ്ധരെല്ലാം. ചുമ്മാ ഇരിക്കും വിശുദ്ധരെല്ലാം എന്നല്ല, കാത്തിരിക്കും വിശുദ്ധരെല്ലാം. എന്തിനുവേണ്ടി കാത്തിരിക്കുന്നത്? വിടുതൽ വിടുതൽ വിടുതൽ, അതിനുവേണ്ടി കാത്തിരിക്കുന്നവരല്ല. കർത്താവേ നീ വരുന്ന തേജസ്സിന് വേണ്ടി എന്നും പറഞ്ഞ് കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. കാത്തിരിക്കുന്ന വിശുദ്ധരെ ചേർക്കുവാൻ കർത്താവ് വരും. കാത്തിരിപ്പ് എങ്ങനെയാ വരുന്നത്? പ്രത്യാശയല്ല വരുന്നത്. ഈ പ്രത്യാശയുടെ അഷുറൻസ് ആണ് നമ്മളെ വിശ്വാസികളാക്കി മാറ്റുന്നത്. നമുക്ക് 2 കൊരിന്ത്യർ ലേഖനത്തിലെ 1-2 ഭാഗങ്ങൾ കൂടെ ഈ പ്രത്യാശ സംബന്ധിച്ച് നമുക്ക് പറയും. എങ്ങനെയാണ് ഈ പ്രത്യാശ നമ്മളെ മാനസാന്തരത്തിലേക്കും നമ്മെ തേജസ്സിലേക്ക് നയിക്കുന്നത്? 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശെ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. നീങ്ങിപ്പോകുന്ന ന്യായപ്രമാണത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് താൽക്കാലികമായിരുന്നു. അത് മോശയുടെ മുഖത്തുള്ള ഒരു മൂടുപടം കൊണ്ട് മറയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ മോശയുടെ മുഖത്ത് ആ തേജസ് എപ്പോഴും നിലനിന്നില്ല. കുറച്ചു നേരത്തേക്ക് നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ആ തേജസ് പോയി, മൂടുപടവും മാറ്റി, അല്ലേ? സ്വാഭാവികമായിട്ട്. അല്ലാതെ മോശ ജീവിതകാലം മുഴുവൻ ആ മൂടുപടം ഇട്ടാണോ നടന്നത്? ഒരിക്കലും അല്ല. സോ ദാറ്റ് ഗ്ലോറി വാസ് ടെമ്പററി. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം കാണാൻ പോലും പറ്റാത്തത്ര തേജസ്സായിരുന്നു ഇസ്രായേൽ മക്കൾക്ക്. പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും അതിന്റെ തേജസ് ഭയങ്കരമായിരുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, അങ്ങനെ നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ മൂടുപടം ഇട്ടുവെങ്കിൽ നീങ്ങിപ്പോകാത്തതിന്റെ മഹത്വം എത്ര വലിയതായിരിക്കും. ഒരിക്കലും മാറാത്തൊരു തേജസ്, നീങ്ങിപ്പോകാത്തത്, അതിന്റെ മഹത്വം അങ്ങനെ തന്നെ ആയിരിക്കും. ഈ പുതിയതിന്റെ മഹത്വം മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല, നേരെ തിരിച്ചാ. ഇവിടെ മൂടുപടം ഇടുകയല്ല, മൂടുപടം എടുത്തു മാറ്റുക ചെയ്യുന്നു. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം. എന്താണ് ഈ സംഭവം? എങ്ങനെയാണ് നമ്മൾ ഈ തേജസ്സിലേക്ക് പോകുന്നത്? തേജസ് പ്രാപിക്കാൻ നമ്മുടെ മുമ്പിൽ ഒറ്റ കാര്യം, എപ്പോഴും കർത്താവിലേക്ക് തിരിയുക എന്നുള്ളതാണ്. എവറി സെക്കൻഡ് ടേൺ ടു ദ ലോർഡ്. വെൻ യു ആർ സ്റ്റക്ക് വിത്ത് യുവർ സെൽഫ് ഓർ യുവർ എബിലിറ്റീസ് or your faculties on your glory in this earth, turn that second to the glory of the Lord. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവിലേക്ക് തിരിയുന്നത് വരെ നമുക്കൊരു മൂടുപടമുണ്ട്. ആ മൂടുപടം എങ്ങനെയാണ്? ഹൃദയ കാഠിന്യ നിമിത്തം വന്നതാണ്. ഹൃദയം കഠിനപ്പെട്ടു പോയതുകൊണ്ട്. പഴയ നിയമം വായിക്കുമ്പോൾ ഇപ്പോഴും ആ മൂടുപടം നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നു. മൂടുപടം എന്തിനാ ഹൃദയത്തിൽ ഇട്ടിട്ട് പഴയ നിയമം വായിക്കുന്നത്? മൂടുപടം മാറ്റിയാൽ പഴയ നിയമം വായിക്കാൻ പറ്റില്ല, ഭയങ്കര പാടാ. അപ്പൊ പഴയ നിയമം നമുക്ക് വായിക്കണമെങ്കിൽ ഹൃദയത്തിൽ മൂടുപടം വേണം. വ്യഭിചാരം ചെയ്യരുത്, ഹൃദയത്തിൽ മൂടുപടം ഇട്ട് നോക്കി വ്യഭിചാരം ചെയ്യുന്നില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വ്യഭിചാരം ചെയ്യുന്നില്ല. കാരണം എന്താ? ഹൃദയത്തിൽ ഒരു മൂടുപടം ഇട്ടു. ഓക്കെ, മോഷ്ടിക്കുന്നില്ല, മൂടുപടം ഇട്ടേക്കണം ഹൃദയത്തിൽ. ഹൃദയം തുറന്നു പോയാൽ നമ്മുടെ മ്ലേച്ഛമായ മോഹങ്ങൾ മുഴുവൻ അവിടെ കാണും. അത് കാണാൻ പറ്റും. അത് മൂടുപടം. പഴയ നിയമം വായിക്കുമ്പോൾ എല്ലാം പുറമേയുള്ള പ്രവൃത്തിയിൽ നോക്കുന്നത്, അകത്തൊരു മൂടുപടം ഇട്ടിരിക്കും. എന്നാൽ കർത്താവിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടം നീങ്ങിപ്പോകും. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. അത് പൊട്ടിപ്പൊളിഞ്ഞു പോകും. നമ്മൾ നിലവിളിക്കും, കർത്താവേ ഞാൻ പാപിയാണ്. കർത്താവിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ മൂടുപടം നീങ്ങിപ്പോയി നമ്മുടെ ഹൃദയത്തിലേക്ക് അവന്റെ വെളിച്ചം അടിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് സംഭവിക്കും? ആ മൂടുപടം നീങ്ങിയ മുഖത്ത്
ഈ തേജസ് റിഫ്ലക്റ്റ് ആവാൻ തുടങ്ങും. ഓരോ സമയവും കർത്താവിങ്കിലേക്ക് നമ്മൾ തിരിയുമ്പോൾ അത് തേജസ്സായി നമ്മിൽ നിറയുവാൻ ആരംഭിക്കും. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. ആത്മാവ് ഒരിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരെ. അപ്പോൾ എപ്പോഴും എപ്പോഴും ഈ വിധം പ്രത്യാശയുള്ളവരായി നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് തിരിയുന്നതനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലെ മൂടുപടം നീങ്ങിപ്പോവുകയും ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം കർത്താവിന് മുമ്പിൽ എക്സ്പോസ്ഡ് ആവുകയും അവിടെ കർത്താവിന്റെ തേജസ് നിറയുകയും ചെയ്യും ഹൃദയത്തിൽ. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അത് മൺകൂടാരങ്ങൾക്കകത്ത് ഹൃദയത്തിലാണ് വരുന്നത്. എന്നാൽ ഈ മൺകൂടാരം പൊളിയുന്ന ഒരു ദിവസം നമ്മുടെ മുഖത്ത് അത് കാണും. മുഖത്ത് തേജസ്സിന്മേൽ തേജസ്സായി നമ്മൾ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അത് നിലനിൽക്കുന്ന ഒരു തേജസ്സിലേക്കുള്ള നമ്മുടെ വിളിയാണ്. അത് പ്രത്യാശയുടെ പ്രാഗൽഭ്യത്തോടെ ആ തേജസ് നമ്മുടെ പ്രവൃത്തികളെ നോക്കിയല്ലത്. ഇത് പ്രത്യാശയുടെ തേജസ്സോടെ പ്രാഗൽഭ്യത്തോടെ നമ്മൾ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ മൂടുപടം നീങ്ങിപ്പോവുകയും the veil from our heart will be removed when we turn our hearts to the Lord, and we will be cleansed of our iniquities, and we will receive that glory once reflected on our faces, that glory upon glory, but from one degree of glory to another degree of glory, when we turn to the Lord and the filth of our heart is removed. So we are earnestly looking forward to that day when we will be seen in heavenly glory with the Lord Jesus Christ. So that's how hope turns into glory. Whatever we hope for, നമ്മൾ എന്തിനു വേണ്ടി പ്രത്യാശിക്കുന്നു അതെല്ലാം നമുക്ക് തേജസ്സായി മാറും. ചിലത് കത്തിപ്പോകുന്ന തേജസ്സുകളായിരിക്കും. നമ്മൾ മോഹങ്ങളാലാണ് നടത്തപ്പെടുന്നതെങ്കിൽ അല്ല കത്തിപ്പോകുന്ന തേജസ്സായിരിക്കും. എന്നാൽ പ്രത്യാശയാലാണ് നടത്തപ്പെടുന്നതെങ്കിൽ അത് എന്നേക്ക് നിലനിൽക്കുന്ന തേജസ്സായിരിക്കും. അതുപോലെ തന്നെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നമ്മൾ പ്രത്യാശയെക്കുറിച്ചാണ് പറഞ്ഞത് രാവിലെ. പക്ഷെ വിശ്വാസത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് അങ്ങ് നിർത്തിയേക്കാം. വിശ്വാസത്തിന് എന്താ സംഭവിക്കുന്നത്? When we are holding on to that faith, what do we get? We get the crown of righteousness. വിശ്വാസം നീതിയായിട്ടാണ് മാറും, പ്രത്യാശ തേജസ്സായിട്ടും. വിശ്വാസം നീതീകരണവും വിശുദ്ധീകരണവുമായി മാറുമ്പോൾ പ്രത്യാശ തേജസ്കരണമായി മാറും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. അവന്റെ കൃപയിലേക്ക് നോക്കുവാനും അവന്റെ തേജസ് പ്രാപിക്കുവാനും തുടർച്ചയായി പ്രത്യാശയുടെ നല്ല പോരാട്ടം പോരാടുവാൻ ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന പ്രത്യാശയുടെ നല്ല സ്വീകാരം മുറുകെ പിടിച്ച് അന്ത്യത്തോളം വിശ്വസ്തരായി ഓടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കണ്ണിന് മുമ്പാകെ നശിച്ചു പോകുന്ന ഒരു ഗ്ലോറി അല്ല, നിത്യജീവന്റെ തേജസ്സിനെ തന്നെ മുറുകെ പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.